എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങൾ എന്തായാലും ട്രെയിൽ അലോട്ട്മെന്റ് വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാർത്തകൾക്ക്, കീം അപ്ഡേറ്റുകൾക്ക്, മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾക്കൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇനി എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും നിങ്ങൾക്കുള്ള സപ്പോർട്ടുകളുമായിട്ട്, പ്ലേസ്മെന്റ് ടോക്കുകളുമായിട്ട്, ഇന്റേൺഷിപ്പ് സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ഉണ്ടാകും. അപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്തിട്ടുള്ളവരുണ്ടാവും, എഡിറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാവും, ഡിലീറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. ഇനി ട്രെയിനിൽ തന്നെ വന്നത് വരുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും. അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. പ്രോബബിലി ഒരു 80% നിങ്ങൾക്ക് ട്രെയിനിൽ വന്നത് തന്നെ ഫസ്റ്റിലും വരാനുള്ളതാണ് സാധ്യത. പക്ഷേ ചില വ്യത്യാസങ്ങൾ, ചില കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇതിൽ മാറ്റങ്ങളും ഉണ്ടായേക്കാം. ഈ ലോവർ ഓപ്ഷനെ തന്നെ മുകളിലേക്ക് എടുത്ത് വെച്ചവരും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി എന്താണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഒരുപക്ഷെ ഉയർന്ന സീറ്റുകൾ കിട്ടുകയാണ് എങ്കിൽ അവിടെ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യതയാണ്. അവിടെ പോയി ടോക്കൺ ഫീസ് അടച്ച് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം വരും. അത് കഴിഞ്ഞിട്ട് മുകളിലായിട്ടുള്ള ഓപ്ഷൻ വീണ്ടും നിങ്ങളിപ്പോൾ ചെയ്ത പോലെ റീ അറേഞ്ച് ചെയ്യാം. താഴത്തെ ഓപ്ഷനും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ഏതൊക്കെ കൺസിഡർ ചെയ്യണം എന്ന കൃത്യമായിട്ടുള്ള ഓപ്ഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാം. ഇതിലും നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ട്രെയിനിൽ കിട്ടിയിട്ടുണ്ടാവും, ഫസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കാറ്റഗറിയും വെച്ച് ഇപ്പോൾ വന്ന റാങ്കൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളുടെ ലിസ്റ്റും അതുപോലെ തന്നെ ബ്രാഞ്ചും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള കോളേജ് ദോസ്തിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ പറയും. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയതും നിങ്ങൾ വച്ചിട്ടുള്ളതും നിങ്ങൾക്ക് ഈ ഒരു കോളേജ് ദോസ്ത് വഴി കാണിക്കുന്നതുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കോമൺ ആയിട്ടുണ്ട് എങ്കിൽ അത് കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. കോളേജ് പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷമാണ് പിന്നീട് സപ്ലിമെൻ്ററിയും സ്പോട്ടും ഉൾപ്പെടെയുള്ള അഡ്മിഷനുകൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിലവിൽ ട്രെയിലാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ നിസ്സാരമായിട്ട് എടുത്താൽ മതി. കാരണം ഇപ്പോൾ വന്നത് മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഏതൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് തനിക്ക് കിട്ടുക എന്നുള്ളത്. മുകളിലുള്ള ഓപ്ഷൻ വയ്ക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ്, ഇപ്പോൾ റാങ്കും തന്നെ നോക്കണ്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് ഏറ്റവും മുകളിൽ തന്നെ വയ്ക്കുക. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് റിസർവേഷൻ കൂടിയുള്ളവരാണ്. ഒരു പക്ഷേ അത് തന്നെ കിട്ടിയേക്കാം എന്ന പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ വച്ചേക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം ഓഗസ്റ്റ് 14-ാം തീയതിക്കകത്ത് കംപ്ലീറ്റ് ആകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ട CE ഇപ്പോൾ നമുക്ക് അറിയിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ ഓഗസ്റ്റ് അവസാനത്തോടു കൂടി സെപ്റ്റംബർ ആദ്യവാരത്തോടു കൂടി ഈ BTech ക്ലാസ്സുകളും തുടങ്ങാൻ സാധിക്കും. ഈ ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കും.